ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററിലെ പാർട്ട് 9 വീഡിയോയിലേക്ക് സ്വാഗതം. ഡൈഇലക്ട്രിക്സ് ആൻഡ് പോളറൈസേഷൻ എന്ന ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഡൈഇലക്ട്രിക്സ് ആൻഡ് പോളറൈസേഷൻ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഡൈഇലക്ട്രിക്സ് എന്താണെന്നുള്ളത് നോക്കാം. നമുക്കറിയാം, നമ്മൾ മെറ്റീരിയൽസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടല്ലേ. ഒന്നെന്ന് പറയുന്നത് എന്തായിരുന്നു? കണ്ടക്ടേഴ്സ് ആയിരുന്നു. കണ്ടക്ടേഴ്സ് എന്താണ് മെറ്റീരിയൽ? അത് ചാർജിൻ്റെ പാസേജിനെ അലൗ ചെയ്യും അല്ലേ. രണ്ടാമത്തെ ടൈപ്പ് മെറ്റീരിയൽ എന്തായിരുന്നു? ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻസുലേറ്റേഴ്സ് ആ ഒരു ചാർജിൻ്റെ പാസേജിനെ തടയും, അതായത് ചാർജിൻ്റെ പാസേജിനെ കടത്തി പാസേജ് ഇല്ല. അത്തരം മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് വിളിച്ച് ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ ഈ ഡൈ ഇലക്ട്രിക്സ് എന്ന് പറയുന്നത് ഇൻസുലേറ്റേഴ്സ് ആണ്. അതായത് ചാർജിൻ്റെ പാസേജ് ഇല്ലാത്ത ടൈപ്പ് മെറ്റീരിയൽസ് ആണ് എന്തെന്ന് വിളിക്കുന്നത്? ഡൈ ഇലക്ട്രിക്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇതിന് ഇലക്ട്രിക്കൽ എഫക്റ്റ് ഉണ്ടാക്കാനായിട്ട് കഴിയും. അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പാസേജ് ഇതിലൂടെ പറ്റും. അപ്പോൾ ഡൈ ഇലക്ട്രിക്സിൽ ഇലക്ട്രിക്കൽ എഫക്റ്റ് ഉള്ള എന്നാൽ ചാർജിനെ കടത്തി വിടാത്ത മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡൈ ഇലക്ട്രിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദ മെറ്റീരിയൽസ് which do not allow the charges to pass through are called dielectrics, but they allow passage of electric field. ഓക്കെ, ഇനി നമുക്ക് ഡൈഇലക്ട്രിക്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. രണ്ട് തരത്തിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് പോളാർ ഡൈഇലക്ട്രിക്സ്. പോളാർ ഡൈഇലക്ട്രിക്സ്. രണ്ടാമത്തെ വിഭാഗമാണ് നോൺ പോളാർ ഡൈഇലക്ട്രിക്സ്. അപ്പോൾ ഡൈ ഇലക്ട്രിക്സിന് തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്തൊക്കെയാണ്? പോളാർ ഡൈഇലക്ട്രിക്സും ഉണ്ട്, നോൺ പോളാർ ഡൈഇലക്ട്രിക്സും ഉണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് പോളാർ ഡൈഇലക്ട്രിക്സ് എന്താണെന്നുള്ളത് നോക്കാം. ഒരു മോളിക്യൂളിൻ്റെ പോസിറ്റീവ് ഭാഗവും നെഗറ്റീവ് ഭാഗവും സെപ്പറേറ്റ് ആണെങ്കിൽ, അതായത് ഒരു മോളിക്യൂളിൻ്റെ പോസിറ്റീവ് ഭാഗവും നെഗറ്റീവ് ഭാഗവും തമ്മിൽ സെപ്പറേഷൻ ഉണ്ട്, അതായത് അവ തമ്മിൽ എന്തുണ്ട്? ഡിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത്തരം മോളിക്യൂൾസ് ആണ് എന്ത് വിളിക്കുന്നത്? പോളാർ മോളിക്യൂൾസ്. അത്തരം ഡൈഇലക്ട്രിക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളാർ ഡൈഇലക്ട്രിക്സ് എന്ന് വിളിക്കുന്നത്. അതായത് പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ എന്തുണ്ട്? അകലമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിന് നമ്മളൊരു പേരുണ്ടല്ലോ, ഡൈപോൾ ആണല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അകലം ഉള്ളതുകൊണ്ട് അവയ്ക്ക് എന്തും കാണും? ഒരു നെറ്റ് ഡൈപോൾ മൊമെൻറ്റും കാണും അല്ലേ. നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് കാണും. അപ്പോൾ പോളാർ ഡൈഇലക്ട്രിക്സിൽ എങ്ങനെയാണ്? പോസിറ്റീവ് സെൻറ്റേഴ്സും ഒരു മോളിക്യൂളിൻ്റെ പോസിറ്റീവ് സെൻറ്റേഴ്സും നെഗറ്റീവ് സെൻറ്റേഴ്സും തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ട്, അതായത് കോയിൻസൈഡ് ചെയ്യുന്നില്ല. ഈ പോസിറ്റീവ് സെൻറ്ററും ഈ നെഗറ്റീവ് സെൻറ്ററും തമ്മിൽ കോയിൻസൈഡ് ചെയ്തല്ല ഇരിക്കുന്നത്, പകരം ഒരു ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു ഡിസ്റ്റൻസിൽ ഉള്ളതുകൊണ്ട് അതിനെന്തുണ്ട്? ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. നമുക്കറിയാം ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? Q/2a ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഇവിടെ എന്തുണ്ട്? ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. ഇനി പോളാർ ഡൈഇലക്ട്രിക്സിന് നമുക്ക് എക്സാമ്പിൾ എഴുതാം. HCl, H2O ഇതെല്ലാം പോളാർ ഡൈഇലക്ട്രിക്സിന് എക്സാമ്പിളാണ്. അതായത് ഈ മോളിക്യൂൾസിൽ എന്താണ്? പോസിറ്റീവ് സെൻറ്റേഴ്സും നെഗറ്റീവ് സെൻറ്റേഴ്സും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അതായത് ഒരു നെറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. അത്തരം ഡൈഇലക്ട്രിക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളാർ ഡൈഇലക്ട്രിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോൺ പോളാർ എന്തായിരിക്കും? പോസിറ്റീവും നെഗറ്റീവ് സെൻറ്റേഴ്സും തമ്മിൽ എന്താണ്? കോയിൻസൈഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ എന്താണ്? കോയിൻസൈഡ് അല്ല, പകരം ഡിസ്റ്റൻസ് ഉണ്ടല്ലേ. ഇവിടെ രണ്ട് പോസിറ്റീവ് സെൻറ്റേഴ്സും നെഗറ്റീവ് സെൻറ്റേഴ്സും എങ്ങനെയിരിക്കും? കോയിൻസൈഡ് ചെയ്തിരിക്കും. അത്തരം ഡൈഇലക്ട്രിക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോൺ പോളാർ ഡൈഇലക്ട്രിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ കോയിൻസൈഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടോ? അതായത് 2a എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഡൈപോൾ മൊമെൻ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ഡു നോട്ട് പൊസസ് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയാം അല്ലേ. ഡു നോട്ട് പൊസസ് ഡൈപോൾ മൊമെൻ്റ്. ഇതിന് എക്സാമ്പിളാണ് ഹൈഡ്രജൻ, നൈട്രജൻ എക്സെട്ര. അപ്പോൾ എന്താണെന്നുള്ളത് ഒന്നും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് റെഫർ ചെയ്യാം. പോളാർ ഡൈഇലക്ട്രിക്സിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് സെൻറ്റേഴ്സ് ഡു നോട്ട് കോയിൻസൈഡ്. They possess
നെറ്റ് ഡൈപോൾ മൊമെൻറ്റ്. എക്സാമ്പിൾ ഹൈഡ്രജൻ HCl. ഇതിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നെഗറ്റീവ് ചാർജ് സെൻറ്ററും പോസിറ്റീവ് ചാർജ് സെൻറ്ററും തമ്മിൽ സെപ്പറേഷൻ ഉണ്ട്. ക്ഷമിക്കണം, ഇവിടെ ഹൈഡ്രജൻ എന്നാണ് പറഞ്ഞത്. ഇത് വാട്ടർ, ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl. ഓക്കെ, ഇനി നോൺ പോളാർ ഡയലക്ട്രിക്. നോൺ പോളാർ ഡയലക്ട്രിക് എന്ന് പറയുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് സെൻറ്റേഴ്സ് കോയിൻസൈഡ് ചെയ്താണ് ഇരിക്കുന്നത്. സെക്കൻഡ് പോയിന്റ്, ഡു നോട്ട് പൊസസ് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് ഇല്ല. കാരണം എന്താണ്? ഇവിടെ സെപ്പറേഷൻ എന്ന് പറയുന്നത് 2a എന്ന് പറയുന്നത് 0 ആണ്. എക്സാമ്പിൾ ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. അതിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ്. ഡിസ്റ്റൻസ് ഇല്ലാതെ കോയിൻസൈഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഉള്ള റെപ്രസെൻറ്റേഷനാണ് ഇത്. ഇനി നമുക്ക് ഒന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ കാണുന്നത് എന്താണ്? പോളാർ ആണോ നോൺ പോളാർ ആണോ? അപ്പോൾ നമുക്കറിയാം പോസിറ്റീവും നെഗറ്റീവും കോയിൻസൈഡ് ചെയ്താണ് ഇരിക്കുന്നത് അല്ലേ? രണ്ടിൻ്റെ ചാർജ് സെൻറ്റേഴ്സ് കോയിൻസൈഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി അതെന്താണ്? ഒരു നോൺ പോളാർ ഡയലക്ട്രിക് ആണെന്ന് മനസ്സിലായി. ഇനി ഞാൻ ഇങ്ങനെ ഒരു നോൺ പോളാർ ഡയലക്ട്രിക്കിൻ്റെ ഒരു സ്ലാബ് എടുത്തു. എന്നിട്ട് ഈ സ്ലാബിനെ ഒരു ഫീൽഡിൽ കൊണ്ടുവയ്ക്കുകയാണ്. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവയ്ക്കുകയാണ്. നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അറിയാം, ഒരു പോസിറ്റീവ് പ്ലേറ്റിനും നെഗറ്റീവ് പ്ലേറ്റിനും ഇടയിൽ എന്ത് ക്രിയേറ്റ് ആവുമെന്നറിയാം. ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ആവുമെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കൊരു ഫീൽഡിൽ കൊണ്ട് ഈ ഒരു നോൺ പോളാർ ഡയലക്ട്രിക്കിനെ കൊണ്ട് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു പോസിറ്റീവ് പ്ലേറ്റ് എടുത്തെന്ന് കരുതുക, ഇവിടെ ഒരു നെഗറ്റീവ് പ്ലേറ്റ് എടുത്തെന്ന് കരുതുക. അപ്പോൾ ഈ നോൺ പോളാർ മോളിക്യൂൾ അലൈൻ ചെയ്യും. എങ്ങനെ അലൈൻ ചെയ്യും? ഇവിടെ പോസിറ്റീവ് പ്ലേറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടുത്തെ നെഗറ്റീവ് ചാർജ് സെൻറ്റേഴ്സ് ഇങ്ങോട്ട് വരും. വരയ്ക്കാം. നെഗറ്റീവ് ഇങ്ങോട്ട് വരും, പോസിറ്റീവ് ഇങ്ങനെ വരും. ഇങ്ങനെ അലൈൻ ചെയ്യും. ഇങ്ങനെ ഓരോന്ന് എന്ത് ചെയ്യും? ഈ രീതിയിൽ അലൈൻ ചെയ്യും. ഇവിടെ പോസിറ്റീവ് പ്ലേറ്റ് ഇരിക്കുന്നുണ്ട്. നെഗറ്റീവ് ചാർജ് സെൻറ്റേഴ്സ് എല്ലാം ഈ സൈഡിൽ വന്നിരിക്കും. ഇവിടെ ഒരു നെഗറ്റീവ് പ്ലേറ്റ് ആണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പോസിറ്റീവ് ചാർജ് സെൻറ്റേഴ്സ് അതുമായിട്ട് അട്രാക്റ്റ് എന്നുള്ള രീതിയിൽ ഈ സൈഡിൽ വന്നിരിക്കും. അപ്പോൾ ഇവിടെ എന്തായി മാറി? ഒരു നോൺ പോളാർ ആയിട്ടുള്ള ഒരു ഡൈലക്ട്രിക് എന്തായിട്ട് മാറി? ഒരു പോളാർ ഡൈലക്ട്രിക് ആയിട്ട് മാറി അല്ലേ? അതായത് തമ്മിൽ എന്തുണ്ടായി? ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടായി. ഒരു ഡൈപോൾ മൊമെന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഒരു നോൺ പോളാർ മോളിക്യൂളിനെ അല്ലെങ്കിൽ നോൺ പോളാർ ഡൈലക്ട്രിക്കിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവച്ചാൽ അതെന്തായിട്ട് മാറും? ഒരു പോളാർ ഡൈലക്ട്രിക് ആയിട്ട് മാറും അല്ലേ? ഒരു പോളാർ ഡൈ ഇലക്ട്രിക് ആയിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ ഡൈ ഇലക്ട്രിക് പോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഡൈ ഇലക്ട്രിക് പോളറൈസേഷൻ. അതായത് ഒരു നോൺ പോളാർ ഡൈലക്ട്രിക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവച്ചപ്പോൾ എന്തായി മാറി? പോളാർ ഡൈലക്ട്രിക് ആയിട്ട് മാറി. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡൈ ഇലക്ട്രിക് പോളറൈസേഷൻ. അതായത് നോൺ പോളാർ ഡൈലക്ട്രിക്കിന് ഇവിടെ എന്തില്ലായിരുന്നു? ഡൈപോൾ മൊമെന്റ് ഇല്ലായിരുന്നു. എന്നാൽ ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവച്ചപ്പോൾ അതിന് എന്തുണ്ടായി? ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടായല്ലേ? ആ നെറ്റ് ഡൈപോൾ മൊമെന്റിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. നെറ്റ് ഡൈപോൾ മൊമെന്റ്. അതിനെ നമുക്ക് എന്ത് പറയാം? പോളറൈസേഷൻ എന്ന് പറയാം. പോളറൈസേഷൻ നമ്മൾ എന്താണ്? P എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. പോളറൈസേഷൻ അതായത് ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള നെറ്റ് ഡൈപോൾ മൊമെന്റ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പോളറൈസേഷൻ P യെ നമുക്ക് എങ്ങനെ എഴുതാം? നെറ്റ് ഡൈപോൾ മൊമെന്റ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് വോളിയം. ഓക്കെ ആണല്ലോ? അപ്പോൾ പോളറൈസേഷൻ എന്ന് പറയുന്നത് ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടായതാണല്ലേ? അപ്പോൾ ഈ നെറ്റ് ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു നോൺ പോളാർ ഡൈലക്ട്രിക് ഇലക്ട്രിക് ഫീൽഡിൽ ഇരുന്നപ്പോൾ പോളാർ ഡൈലക്ട്രിക് ആയതിനെ നമുക്ക് എന്ത് പറയാം? ഡൈലക്ട്രിക് പോളറൈസേഷൻ എന്ന് പറയാം. അപ്പോൾ ഡൈലക്ട്രിക് പോളറൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു നോൺ പോളാർ ഡൈലക്ട്രിക്ക് ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവച്ചു. ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുവച്ചപ്പോൾ അവിടെ എന്തുണ്ടായി? നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടായി. നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടായി എന്ന് പറയുമ്പോൾ പോളാർ ഡൈലക്ട്രിക് ആയി. അതാണ് എന്ത്? ഡൈലക്ട്രിക് പോളറൈസേഷൻ. ഇനി പോളറൈസേഷൻ P എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് ഡൈപോൾ മൊമെന്റ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് വോളിയം. ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്
ഒരു എക്സ്റ്റേണൽ ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തപ്പോഴാണ് നോൺ പോളാർ എന്തായി മാറിയത്, ഒരു പോളാർ ഡൈഇലക്ട്രിക് ആയി മാറിയത്. അതായത് അതിനൊരു നെറ്റ് പോളറൈസേഷൻ കിട്ടിയത്, നെറ്റ് ഡൈപോൾ മൊമെന്റ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പോളറൈസേഷൻ പി ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയാം? ഈ ഇലക്ട്രിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയാം അല്ലേ. അപ്പോൾ ഈ പോളറൈസേഷൻ പി പ്രൊപ്പോർഷണൽ ടു ഇ എന്ന് എഴുതാം. ആണല്ലോ, നമ്മുടെ ഈ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നതനുസരിച്ചാണ് എന്ത് നടക്കുന്നത്, പോളറൈസേഷൻ നടക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഞാൻ കൊടുക്കുന്ന കോൺസ്റ്റന്റ് ആണ് സൈ ഇ ഇൻറ്റു ഇ. അപ്പം നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് കൈ ഇ ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ സിമ്പൽ, ഈ ഒരു എക്സ് പോലത്തെ ഈ സിമ്പലിനെ വായിക്കുന്നത് കൈ എന്നാണ്, CHI കൈ എന്നാണ് വായിക്കുന്നത്. ഈ കൈ ഇ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി, ഈ ഒരു കോൺസ്റ്റന്റ് കൈ ഇയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി. നമ്മൾ പറഞ്ഞത് പോളറൈസേഷൻ ഇലക്ട്രിക് ഫീൽഡിന് ഡിപ്പെൻഡ് ആണെന്നും, എന്നിട്ട് നമ്മൾ അതിൻ്റെ ഈ സൈൻ മാറ്റി ഈക്വൽ ടു സൈൻ കൊടുത്തപ്പോൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുമല്ലോ.